കുറേ വർഷക്കാലം ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹം ആ ജോലിയിൽ എക്സ്പേർട്ടാണ്. നമ്മൾ പറയുമ്പോൾ ഒരാൾ മാസ്റ്ററായിരുന്നു. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു ചായക്കടയുടെ മുന്നിലിരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് തോന്നി, ഞാനും എന്ത് ചെയ്യട്ടെ, ഒരു മാനുഫാക്ചറിങ് കമ്പനി, നേരത്തെ വർക്ക് ചെയ്തിരുന്ന എന്താണോ അദ്ദേഹത്തിന് അറിയുന്നത് ആ അറിയുന്ന കാര്യങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആൾ ഫാക്ടറി നിർമ്മിച്ചു. ഫാക്ടറിയിൽ മെഷീനുകൾ വാങ്ങി, ജോലിക്കാരെയൊക്കെ എടുത്തു. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഈ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കമ്പനി അങ്ങ് ഗ്രോ ചെയ്ത സമയത്ത് ഫ്രണ്ട്സുകൾ കൂടുതൽ എടുക്കാൻ തുടങ്ങി. കുറേ റിലേറ്റീവ്സൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളും കൂടി എന്ത് ചെയ്യാൻ കൂടെ, കാരണം കമ്പനി ഗ്രോ ചെയ്യല്ലേ. അത് കൂടാതെ അദ്ദേഹത്തിന് കുറേ ഫിനാൻഷ്യൽ കാര്യങ്ങളോട് വന്നപ്പം കുറച്ച് പാർട്ട്നേഴ്സിനെയൊക്കെ അദ്ദേഹം എടുക്കുകയാണ്. അങ്ങനെ നേരത്തെ ശബ്ദങ്ങളില്ലാതിരുന്ന ഒരു ഫാക്ടറി പിന്നീട് പല ആളുകളുടെയും സന്തോഷത്തോടു കൂടിയുള്ള കെയറോട് കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹം അതും കൂടി ചെവി കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ അവിടെ നോയ്സുകൾ കൂടി, സൗണ്ടുകൾ കൂടി, അതോടുകൂടി ഇമോഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഇമോഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം നേരത്തെ ചെയ്തിരുന്ന പല വർക്കുകളിലും ഒരു പോസ് ഇടേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി. ഈ നോയ്സുകൾ കൂടാൻ തുടങ്ങി. അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വന്ന സമയത്ത് ഒരിക്കൽ അവിടുത്തെ ഒരു ചെറിയൊരു മെഷീന് ചെറിയൊരു പ്രശ്നം വന്നു. ആ പ്രോബ്ലം വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, അത്രയും എംപ്ലോയീസ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയാളെ പാർട്ട്നേഴ്സ് ഉണ്ട്, എല്ലാവരും എന്ത് ചെയ്തു, ആ മെഷീൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രായം ചെന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് മെഷീൻ്റെ അടുത്തേക്ക് വരികയാണ്. മെഷീൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ട്, ബെൽറ്റായിട്ട് കണക്റ്റഡ് ആണ്, ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ബെൽറ്റിന് ലൂസുള്ളായിരുന്നു. അയാൾ വന്നിട്ട് ടൈറ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ മെഷീൻ അങ്ങ് വർക്ക് ചെയ്യിപ്പിച്ചു. ഇവിടെ അദ്ദേഹം ആരെടുത്തൊന്നും അപ്രീസിയേഷൻ ആഗ്രഹിച്ചില്ല, ആരുടെയും നോയ്സുകൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഒറ്റ ആക്ഷൻ ചെയ്തതേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയുന്നൊരു പണി ചെയ്തതേ ഉള്ളൂ. നമ്മുടെ മൊത്തം ലൈഫിലും നമുക്കറിയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെന്ത് പറയും, അല്ലെ മറ്റുള്ളവരെന്ത് കരുതുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റി വെക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോയ്സിന് പ്രാധാന്യം കൊടുക്കരുത്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ, നമ്മൾ മാസ്റ്റർ ആണെന്ന് നമുക്ക് തോന്നുന്ന ഏതു കാര്യവും നോയ്സിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നോയ്സിന് പ്രാധാന്യം കൊടുത്താൽ എപ്പോഴും അവിടെ എന്ത് ചെയ്യും, ഇമോഷൻ കയറി വരും. നമ്മൾ ചെയ്യേണ്ട അറിയുന്ന വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ഏതൊരു കാര്യവും നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴാണ് നോയ്സുകൾ ഒഴിവാക്കാൻ കഴിയുക. അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് അറിയാം എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അത് ഈസിലി ചെയ്യാന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ആ നോയ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്.